بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. فصل. ثم علم പിന്നീട് നീ അറിയേ മാ ഹുവ തഹ്ഖീഖു ഫി ഹാദൽ ബാബി. ഈ ബാബില്, ഈ സുലൂക്കിന്റെ, അള്ളാഹുവിന്റെ വഴിയിൽ പ്രവേശിക്കുന്ന ഈ അധ്യായത്തിൽ യഥാർത്ഥത്തിലുള്ള ഒന്നിനെ നീ അറിയേ. അതെന്താണ്? അന്നഹു ലൈസഹാദ തരീഖു, ഈ സ്വർഗത്തിലേക്കുള്ള, അള്ളാഹുവിന്റെ ഉന്നതമായ റിളായിലേക്കുള്ള ഈ സുലൂക്കിന്റെ വഴി അല്ല, ഈ തൂലിഹി വ ഖിസരിഹി, അതിന്റെ ദൈർഘ്യത്തിന്റെയും അതിന്റെ ചുരുക്കത്തിന്റെയും വിഷയത്തിൽ, മിസ്ലൽ മസാഫാത്തിൽ കാഇനത്തില്ലത്തി തസ്ലുകുഹൽ അൻഫുസു, സാധാരണ വഴിദൂരങ്ങളെ പോലെ അല്ല, അൽ കാഇനത്തി ഉള്ളതായ, അല്ലത്തി തസ്ലുകുഹ അതിലേക്ക് പ്രവേശിക്കും, അൽ അൻഫുസു ശരീരങ്ങൾ, അങ്ങനെ ഫതഖ്തഉഹ അവകളെ ആ മസാഫത്തിനെ ആ നഫ്സുകൾ വിട്ടുകിടക്കും, മുറിച്ചു കിടക്കും, ബിൽ അഖ്ദാമി കാലുകളെ കൊണ്ട്, കാൽപാദങ്ങളെ കൊണ്ട്. അങ്ങനെ ഫയഖഉ ഖത്ഉഹ അതിന്റെ മുറിച്ചു കിടക്കൽ സംഭവിക്കും, അലാ ഹസ്ബി ഖുവ്വത്തിൽ അൻഫുസി നഫ്സുകളുടെ ഖുവ്വത്ത് അനുസരിച്ച്, വളഅഫി അതിന്റെ ബലഹീനത അനുസരിച്ചും. ഇങ്ങനെ അല്ല ഇത്, മറിച്ച് ഇന്നമാഹുവ ഈ സുലൂക്കിന്റെ വഴി തരീഖുൻ റൂഹാനിയുൻ, അത് റൂഹാനിയായ ഒരു വഴിയാണ്, ആത്മീയമായ പാതയാണ്. തസ്ലുകുഹുൽ ഖുലൂബു നഫ്സുകളല്ല അതിൽ പ്രവേശിക്കുന്നത്, കൽബുകൾ അതിൽ പ്രവേശിക്കും. ഫതഖ്തഉ കൽബുകൾ അതിനെ മുറിച്ചു കടക്കും, ബിൽ അഫ്കാരി ചിന്തകളെ കൊണ്ട്, അലാ ഹസ്ബിൽ അഖായിദി വൽ ബസായിരി അവരുടെ അഖീദ വിശ്വാസം, അവരുടെ ഉൾക്കാഴ്ച അതനുസരിച്ച്. വാസുരുഹുദിന്റെ അടിത്തറ നൂറുൻ സമാവിയൻ, സമാവിയായ ഒരു പ്രകാശമാണ്, ഉപരിലോകത്തു നിന്ന് കിട്ടുന്ന ഒരു പ്രകാശമാണ്. വനലറുൻ ഇലാഹി, നിലാഹിയായ ഒരു നോട്ടമാണ്. യഖഅഫി ഖൽബിൽ അബ്ദി, അടിമയുടെ കൽബിൽ അത് വന്ന് പതിക്കും. അങ്ങനെ ഫയൻദുറു ബിഹി, അതുകൊണ്ട് അവൻ നോക്കും, നെലറത്തിന് ഒരു നോട്ടം. അങ്ങനെ ഫയറാബിഹ, അത് കാരണമായി അവൻ കാണും, അംറദ്ദാറൈനി ബിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ രണ്ട് ദാറിന്റെയും കാര്യത്തിനെ അവൻ കാണും ആ കൽബിന്റെ നോട്ടം കൊണ്ട്. സുമ്മഹാദൻ നൂറ്, പിന്നെ ഈ നൂറ് റുബ്ബമായ യത്ലുബുഹുൽ അബ്ദു, ചിലപ്പോഴീ അടിമ ഇതിനെ തേടും, 100 വർഷം വരെ പരിശ്രമിക്കും, പക്ഷേ ഫലാ യജിദു, അതിനെ അവൻ എത്തിക്കുകയില്ല. ഫലാ അസറമിൻ, അതിൽപ്പെട്ട ഒരു അസറിനെയും അവൻ എത്തിക്കുകയില്ല. ഫദാലിക, അതിന് കാരണം ലി ഖതഇഹി ഫി തലബി, തലബിലുള്ള അവന്റെ പിഴവ് കാരണമായും, വ തഖ്സീരിഹി അവൻ വീഴ്ച വരുത്തിയ കാരണമായും, ഫിൽ ഇജ്തിഹാദി പരിശ്രമത്തിൽ, വ ജഹിലി അവൻ അജ്ഞതയുടെ കാരണത്താൽ, ബി തരീഖ് ഇതിന്റെ വഴിയെക്കുറിച്ച് അവന് അജ്ഞതയുണ്ടായി, അക്കാരണത്താലാണ്. മറ്റൊരുവൻ യജിദുഹു ഇതിനെ അവൻ എത്തിക്കും, ഫി 50 സനത്തൻ 50 വർഷത്തിൽ അതിനെ അവൻ എത്തിക്കും, 50 വർഷത്തെ പരിശ്രമം കൊണ്ട്. വാഹറു യജിദുഹു ഫി 10 10 വർഷത്തിൽ അവൻ എത്തിക്കും. വാഹറുഹു ഫി യോമിൻ വാഹറു ഫി സാഅത്തിൻ വലഹദത്തിൻ, ഒരു ലഹദത്ത് കൊണ്ടൊക്കെ എങ്ങനെയാണ് എത്തിക്കുന്നത്? അത് ബിഇനായത്തി റബ്ബിൽ ഇസ്സ, റബ്ബിൽ ഇസ്സത്തിന്റെ പ്രത്യേകമായ പരിഗണന കൊണ്ട്. വഹുവ തആല വലിയുൽ ഹിദായ. ലാക്കിനിൽ ആബിദ്, പക്ഷേ അടിമ, മഅ്മൂറുൻ ബിൽ ഇജ്തിഹാദി, ഇജ്തിഹാദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടയാളാണ്, എത്തിക്കുന്നവൻ അള്ളാഹുവാണ്, നമ്മൾ പരിശ്രമിക്കണം. ഫഅലൈഹി ബിമാ ഉമിറ, അവന്റെ മേൽ നിർബന്ധമാണ്, ബിമാ ഉമിറ അവനോട് കൽപ്പിക്കപ്പെട്ട ഒന്ന്, അതിനെ മുറുകെ പിടിക്കൽ അവന് നിർബന്ധമാണ്. വൽ അംറു കാര്യം മഖ്സൂമുൻ, ഓഹരിയാക്കപ്പെട്ടതാണ് ഓരോരുത്തർക്കും, മഖ്ദൂറുൻ തീരുമാനിക്കപ്പെട്ടതുമാണ്. വർ റബ്ബ് യജമാനനായ റബ്ബ്, രക്ഷിതാവ്, ഹക്കമുൻ അവൻ വിധികർത്താവാണ്, അദ്ലുൻ നീതിമാനാണ്, യഫ്അലു മാ യശാഉ വയഹ്കുമു മാ യുരീദു. ഇത്രയെല്ലാം പറഞ്ഞപ്പോ ഫൈൻ കുൽത്ത, നീ ചോദിച്ചാൽ, ഫമാ അഅ്ലമ ഹാദൽ ഖതറ, ഈ അപകടം എത്രയോ ഭയാനകമാണ്, വഅശദ്ദ ഹാദൽ അംറ, ഈ കാര്യം എത്രയോ കഠിനമാണ്, വമാ അക്സറ മാ യഹ്താജു ഇലൈഹി ഹാദൽ അബ്ദുൽ ലഈഫ്, ബലഹീനനായ അടിമ, അടിമയ്ക്ക് ഇതിലേക്കുള്ള ആവശ്യം എത്രയോ കൂടുതലാണ്, പക്ഷേ ബലഹീനനാണ്, ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഫകുല്ലു ഹാദൽ അമൽ, ഈ അമലും, വൽ ജുഹൂദ് ഈ പരിശ്രമവും, തഹ്സീലു ഹാദിഹി സ്വറാജ് ഈ ഷർത്തുകളെയൊക്കെ കരസ്ഥമാക്കലൊക്കെ, ലിമാദ എന്തിനാണ് അള്ളാഹു തആല ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഫാഖൂലു ഞാൻ പറയും, ലഅംരി എന്റെ ആയുസ്സിനെ തന്നെ സത്യം, ഇന്നക ലസാദിഖുൻ ഫീ ഖൗലിക നിന്റെ കൗലിൽ നീ സാദിഖാണ്,
ഇതൊക്കെ എന്തിനാണെന്നുള്ള ചോദ്യത്തിൽ സത്യമാണ്. കാരണം ഇന്നൽ അംറ ശദീദ്, കാര്യം വളരെ കഠിനം, വൽ ഖത്തറ അദീം, അപകടം ഭയാനകം, വലുതായിരിക്കും. ഇക്കാരണത്താലാണ് കാലത്താല പടച്ചതമ്പുരാൻ പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, നിശ്ചയം നാം മനുഷ്യനെ പടച്ചു കബദിലായ നിലയിൽ, ക്ലേശത്തിലായ നിലയിൽ. അവൻ ജനിക്കുന്നതേ ക്ലേശത്തിലാണ്, വളരുന്നതും ക്ലേശത്തിലാണ്, മരിക്കുന്നവരും ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കും, മരിക്കുമ്പോഴും ക്ലേശമായിരിക്കും. അള്ളാഹു നമ്മളെ വളരെ എളുപ്പത്തിൽ നമ്മുടെ മരണം ഈമാനോടുകൂടി അള്ളാഹു സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വകാലത്താല പടച്ചതമ്പുരാൻ പറഞ്ഞു ഇന്നാ അറദ്നൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ, നിശ്ചയമായും നാം അറദ്നൽ അമാനത, അമാനത്തിനെ നാം വെളിവാക്കി. അമാനത്ത്, നമ്മുടെ അമാനത്തിന്, അള്ളാഹുവിന്റെ ഖിലാഫത്തിനെ വഹിക്കുക എന്നുള്ള ഭയാനകമായ അമാനത്തിനെ അലസ്സമാവാത്തി വൽ അർളി, ആകാശഭൂമികളുടെ മേൽ വെളിവാക്കി, വൽ ജിബാലി, മലകളിൽ. പക്ഷെ ഫഅബൈന, അവകളെല്ലാം നിരസിച്ചു, അൻ യഹ്മിൽനഹ, ആ അമാനത്തിനെ വഹിക്കുന്നതിനെ തൊട്ട് അവർ നിരസിച്ചു. പഠിച്ചതിന് ഞങ്ങൾക്ക് അതിന് കഴിവില്ല എന്ന് പറഞ്ഞു. വാഷ്ഫഖ്ന മിൻഹാ, അതിന്റെ പേരിൽ അവർ ഭയപ്പെട്ടു. എന്നാൽ വഹമലഹൽ ഇൻസാനു, മനുഷ്യൻ അതിനെ വഹിച്ചു. അതായത് ആദം അലൈഹിസ്സലാം അത് വഹിക്കാൻ തയ്യാറായി, അമാനത്ത് വഹിക്കാൻ തയ്യാറായി. നൗകാന ലലൂമൻ ജഹൂല, അതുവഴി അവൻ എന്തായി? ജഹൂലും ലലൂമുമായി, അവൻ സ്വന്തത്തിനെ ആക്രമിക്കുന്നവനായി, അജ്ഞനുമായി തീർന്നു അവന്റെ അവസ്ഥ. കാരണം ആ അമാനത്ത് അവൻ വഹിച്ചത് പിന്നീട് വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയില്ലാതെയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞതിന്റെ ചുരുക്കം. വലുതാലിക്ക് ഇക്കാരണത്താൽ കാല സയ്യിദുൽ മുർസലീൻ സ്വലവാത്തുല്ലാഹി വസ്സലാമു അലൈഹി വഅലൈഹിം, നബിയും അള്ളാഹുവിടുന്ന് അരുളി ലൗ അലിംതും മാ അലമു, ഞാൻ അറിയുന്നതിനെങ്ങാൻ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലബക്കൈതും കസീറ, ധാരാളമായി നിങ്ങൾ കരയുമായിരുന്നു. വലഹിഖ്തും ഖലീല, ഖലീല എന്ന നിലയിൽ നിങ്ങൾ ചിരിക്കുമായിരുന്നു. ചിരി കുറയുകയും കരച്ചിൽ കൂടുകയും ചെയ്യുമായിരുന്നു, ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. ഒമാർ റുബിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നും ഇതേ കാരണത്താലാണെന്നർത്ഥം. വലുതാരിക്ക, എന്താ റിപ്പോർട്ട് ചെയ്തത്? അന്നൽ മുനാദിയ, വിളിച്ചു പറയുന്ന ഒരാൾ, യുനാദി മിൻ ഖിബലി സമ, ഉപരിലോകത്തിൽ നിന്നും വിളിച്ചു പറയും, ലൈത്തൽ ഖൽഖ ലം യുഖ്ലഖു, ഈ സൃഷ്ടികളെ പടയ്ക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വലൈത്തഹും, അവർ ഇതാ ഖുലുഖ, അവരെ പടയ്ക്കപ്പെട്ടപ്പോൾ, ഇത് ഖുലുഖു, പടയ്ക്കപ്പെട്ട അവസരത്തിൽ അലിം, അവർ അറിഞ്ഞിരുന്നെങ്കിൽ, ലിമാ ഖുലുഖു, എന്തിനാണ് പടയ്ക്കപ്പെട്ടതെന്ന്. വലൈത്തവും, അവർ ഇത് അലിം, അവർ അറിഞ്ഞ അവസരത്തിൽ അമിൽ, അവർ അമൽ ചെയ്തിരുന്നെങ്കിൽ, ബിമാ അലിമ, അറിഞ്ഞനുസരിച്ച് അമൽ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വകദാലിക, ഇപ്രകാരം യഖൂലു സലഫു റളിയല്ലാഹു അൻഹും, മുൻഗാമികൾ, മഹാന്മാരായ മുൻഗാമികൾ പറയും. അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ വദിത്തു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അന്നി കുന്തു ഖദറ, ഞാൻ വെറും ഒരു പച്ചപ്പാകലിനെ, പച്ചക്കറി, പച്ചപ്പ്, താക്കുലിന് ദവാബു, ആ പച്ചപ്പുകളെ എന്നെ എന്ത് ചെയ്യും? മൃഗങ്ങൾ കഴിക്കും, ഞാൻ പച്ചപ്പായിട്ട്. മഹാഫത്തുൽ അദാബ്, അദാബിനെ പേടിച്ചതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ, അദ്ദേഹം കേട്ടു, ഇൻസാൻ, ഒരാളെ യഖ്റഉ, അയാൾ ഓതുന്നതായിട്ട്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ, ഒരു മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയോ, ഹീനും മിനദ് ദഹരി, ഒരു കാലഘട്ടം, ലം യകുൻ, അവനായിരുന്നില്ല ആ കാലഘട്ടത്തിൽ, ശൈഅൻ മദ്കൂറായ ഒരു വസ്തുവേ ആയിരുന്നില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയോ എന്ന് പറഞ്ഞാൽ പോയി എന്നർത്ഥം. അത് കേട്ടപ്പോ ഉമർ ഫാറൂഖ് പറഞ്ഞു, ലൈതഹ, ആ കാലഘട്ടം തമ്മത്ത്, അങ്ങനെ നിത്യമായി നിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നെ ആ കാലഘട്ടം, പിന്നെ ഈ ഞാൻ ആരാന്ന് ഒരു മദ്കൂറായ വസ്തു അല്ലാണ്ട് തന്നെ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അങ്ങനെ തന്നെ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാലഘട്ടം നീണ്ടു നിന്നിരുന്നെങ്കിൽ, ശേഷിച്ചിരുന്നെങ്കിൽ എന്നർത്ഥം. സമ്പത്തുന്ന ഭക്തിയിൽ നിന്ന് അവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാ. കാല അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവർത്താനം അറിയിക്കപ്പെട്ട മറ്റൊരാള്, അദ്ദേഹം പറയാണ്, വദിത്തു അന്നി കബിഷ്, ഞാൻ ഒരു ആടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ജാഹിലി, എന്റെ കുടുംബത്തിന്. അങ്ങനെ ഫയതഫറക ലഹ്മി, എന്റെ മാംസം ഓഹരിയാവും, ഫയതഹസ്സ മറക്കി, ഞാൻ എന്നെ വേവിച്ച് ഉണ്ടാക്കി കറി എന്ത് ചെയ്യും, അതിങ്ങനെ കുറേശ്ശെ അവർ കുടിച്ചിറക്കും. വയുത്തഹസ്സ എന്ന് വായിച്ചാൽ മതി. പല മുഖലക്ക്, എന്നെ പടയ്ക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
وعن وهب بن منبه رحمه الله أنه قال خلق بن آدم أحمق മനുഷ്യനെ പടയ്ക്കപ്പെട്ടു അഹ്മക്കായ നിലയിൽ, മഠയനായ നിലയിലാണ്. അഥവാ വലൗല ഹംകുഹു, അവന്റെ മഠയത്തരം ഇല്ലായിരുന്നെങ്കിൽ മാ ഹന അഹു ഐഷുൻ, ജീവിതം അവന് മംഗളമാകുമായിരുന്നില്ല. കാരണം അവൻ ബുദ്ധിമാനാണെങ്കിൽ പിന്നെ അവൻ ജീവിതം അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ തയ്യാറാവുകയില്ല. ആനിൽ ഫദ്ൽ ബിൻ അയ്യാദ് റഹ്മഹുല്ലാ, മഹാനായ ഫുദൈൽ ബിൻ അയ്യാദ് റഹ്മഹുല്ലത്തിൽ വരുന്നു, അദ്ദേഹം പറയുന്നു, പിന്നെ ലാ അഗ്ബിത്തു, ഞാൻ അസൂയ വെക്കുകയില്ല, ഞാൻ അസൂയയോടുകൂടി പെരുമാറുകയില്ല മലക്കൻ മുക്കറബായ ഒരു മലക്കനെ കുറിച്ച്, വല നബിയൻ മുർസലൻ വല അബദൻ സ്വാലിഹൻ, അവരെത്രയോ വലിയ സ്വാലിഹ്യങ്ങളാണ്, നബിമാരാണ്, മുർസലുകളാണ്, സ്വാലിഹായ അടിമയാണ്, മുക്കറബായ മലക്കാണ്, എനിക്കിത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഞാൻ അതിൽ എന്ത് ചെയ്യില്ല, അസൂയപ്പെടുകയില്ല. അലൈസ ഹൗല, ഇവരെല്ലാം യുആതബൂന യൗമൽ ഖിയാമ, ഖിയാമത്താളിൽ ഇവരോടെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയില്ലേ, ഇവരെ കുറ്റപ്പെടുത്തപ്പെടുകയില്ലേ? അതുകൊണ്ട് എനിക്കത് വേണ്ട. ഇന്നമാ അഗ്ബിത്തു, ഞാൻ അസൂയപ്പെടുന്നത് മല്ലം യുഹ്ലക്ക്, പടയ്ക്കപ്പെടാത്ത ഒരു വ്യക്തിയെ കുറിച്ചാണ്. പടച്ചെങ്കിലല്ലേ ഇതെല്ലാം ഉണ്ടാവുള്ളൂ, പടയ്ക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ അത്തായി സുലമി റഹ്മഹുല്ലാ അന്നഹു ഖാൽ ലൗ അന്ന നാറൻ ഊഖിദത്, ഒരു സ്ഥലത്ത് തീ കത്തിക്കപ്പെട്ടു, വക്കീല പറയപ്പെട്ടു, മൻ അൽഖാ നഫ്സഹു ഫിയ, ഈ തീയിൽ തന്റെ നഫ്സിനെ ആരെങ്കിലും ഇട്ടാൽ സാർ അവനാകും ലാശിയ, ഒന്നും അല്ലാത്തവനാകും, പിന്നെ അവനൊരു പുനർജീവനമില്ല, അവന് ഹിസാബില്ല, അങ്ങനെ തുറാബായതുപോലെ ആയിപ്പോകും എന്ന് പറയപ്പെട്ടാൽ ലഹശീത്തു, ഞാൻ ഭയക്കും, അനമൂത്തമിനൽ ഫറഹ്, കേട്ട സന്തോഷത്തിന്റെ പേരിൽ മരിക്കുന്നതിന് ഞാൻ ഭയക്കും, സന്തോഷത്തിൽ മരിക്കുക. ഖബല അൻ അസുലൻ നാറ, ആ തീയിൽ ചെന്ന് എത്തുന്നതിന് മുമ്പ്, ഞാൻ ആ തീയിലേക്ക് ചാടുന്നതിന് മുമ്പ് മരിച്ചു പോയാലൊന്ന് ഭയക്കും, അത്രയും സന്തോഷം എനിക്കുണ്ടാകും. മനസ്സിലായില്ല? അങ്ങനെ ഒരാൾ തീ കത്തിച്ചിട്ട് പറയുകയാണ്, ഈ തീയിൽ ആരെങ്കിലും എടുത്തു ചാടുകയാണ് പിന്നെ അവൻ ലാശ ആയി തീരും, പിന്നെ അവന് ഹിസാബ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ, ആ സന്തോഷം കൊണ്ട് ഞാൻ അതിൽ വീഴുന്നതിന് മുമ്പ് മരിക്കുമോ എന്ന് ഭയപ്പെട്ടു പോവാൻ, വീണെങ്കിലല്ലേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മളെ മനസ്സിലാക്കി തൗഫീഖ് ചെയ്യട്ടെ. ഫല്ലംറു, കാര്യം ഇതൻ അയ്യുഹർജുലടാ മനുഷ്യ, സദീദുൻ, കഠിനമാണ്, കമാ തഖൂലു, നീ പറയുന്ന പോലെ തന്നെ ഇത് കഠിനമാണ്. ബൽ മറിച്ച് അത് അശദ്ദു വഅളമു മിമ്മാ തളുന്നു, നീ വിചാരിക്കുന്നതിനേക്കാൾ അശദ്ദാണ്, വതതവഹമു, നീ ഊഹിക്കുന്നതിനേക്കാൾ. വലാകിന്നു, പക്ഷേ ഇത് അംറുൻ, ഇത് ഒരു കാര്യമാണ്, സബക്കാതെ കഴിഞ്ഞുപോയി, ഫിൽ ഇൽമിൽ ഖദീം, ഖദീമായ ഇൽമിൽ മുൻകടന്ന കാര്യമാണ്, ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പൊ തദ്ബീരിൻ, ഒരു ഏർപ്പാടാണിത്. അജ്റാഹുൽ അസീസുൽ അലീം, അസീസുൽ അലീമായ തമ്പുരാനാണ് ഈ ഏർപ്പാടിനെ നടപ്പിലാക്കിയത്. ഫലാ ഹീലത ലിൽ അബ്ദി, ഒരു അടിമയ്ക്ക് ഒരുവിധ തന്ത്രവുമില്ല, ഇല്ലാ ബദലുൽ മജ്ഹൂദ്, മജ്ഹൂദിനെ, പരിശ്രമത്തിനെ ചെലവഴിക്കാന്നുള്ളതല്ലാതെ, ഫിൽ ഉബൂദിയത്ത്, അള്ളാഹുവിന്റെ ഉബൂദിയത്തിന്റെ വിഷയത്തിൽ, വൽഇഅ്തിസാമു ബിഹബിലില്ലാഹി, അള്ളാഹുവിന്റെ പാശത്തിനെ മുറുകെ പിടിക്കുക, കയറിനെ മുറുകെ പിടിക്കുക എന്നുള്ളതല്ലാതെ, വൽഇബ്തിഹാലു ദാഇമൻ നിത്യമായി അള്ളാഹുവിലേക്ക്, ഇലല്ലാഹി സുബ്ഹാനഹു, താഴ്മ കാണിക്കുക എന്നുള്ളതല്ലാണ്ട് വേറൊരു വഴിയില്ല. അസ അൻ യർഹമഹു, അവൻ ചിലപ്പോ കരുണ ചെയ്തേക്കാം, അങ്ങനെ ഫയസ്ലമ, ഇവൻ രക്ഷപ്പെട്ടേക്കാം, ബിഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്. ഇതൊക്കെ ഈ ബുദ്ധിമുട്ടൊക്കെ എന്തിനാണെന്നല്ലേ നേരത്തെ ചോദിച്ചത്, അതിന്റെ മറുപടിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ഈ കഷ്ടപ്പാടൊക്കെ, ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടൊക്കെ, ഈ ഒരു സംവിധാനം എന്തിനാണ്? അമ്മ കൗലുക്ക്, നിന്റെ കൗല്, കുല്ലുഹാദ ലിമാദ, ഇതെല്ലാം എന്തിനാണെന്ന കൗല്. അത് കലാമിന് ഒരു കലാമാണ്, യദുല്ലു, അത് അറിയിക്കുന്നു, മിങ്ക, നിന്നിൽ നിന്നും, അല ഗഫലത്തിനാദ്യം, ഒരു അശ്രദ്ധയുടെ മേൽ അറിയിക്കുന്ന കലാമ. ഇതെല്ലാം എന്തിനാണ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ മനസ്സില്ല എന്നർത്ഥം. ബലി സവാബ്, മറിച്ച് സത്യം ചോദിക്കേണ്ടതാണ്, തക്കൂല, ഇപ്രകാരമാണ് നീ പറയേണ്ടത്. കുല്ലുഹാദ, ഇത് മുഴുവനും, ഫി ജംബി മാ യത്ലുബുഹുൽ അബ്ദു, ഒരടിമ അന്വേഷിക്കുന്ന, തേടുന്ന ഒന്നിന്റെ ഭാഗത്ത്, ലഈഫായ അടിമ തേടുന്ന വിശാലമായ, പ്രവിശാലമായ ഒരു പരിധിയില്ലാത്ത ജീവിതം, ആ ജീവിതത്തിന്റെ അനുഗ്രഹമാണല്ലോ അവൻ കൊതിക്കുന്നത്. ആ ഭാഗത്ത് അതിലേക്ക് നോക്കുമ്പോ ഇതെല്ലാം മാത, എന്താണ്, വളരെ കുറഞ്ഞതല്ലേ ഉള്ളൂ എന്നാണ് നീ പറയേണ്ടത്, അല്ലാതെ ഇതെല്ലാം എന്തിനാണെന്ന് ചോദിക്കുകയല്ല വേണ്ടത് എന്നാണ് ആ മഹാൻ പറഞ്ഞു തരുന്നത് നമുക്ക്. ആ തതിരി, നിനക്കറിയുമോ, മാ യത്തുലുബുൽ അബ്ദുൽ ലഈഫു, ലഈഫായ അടിമ എന്തിനാണ് തേടുന്നത്? അക്കല്ലുമായ യത്തുലുബു, അവൻ തേടുന്നതിൽ ഏറ്റവും കുറവ്, അലൽ ജുംല, മൊത്തത്തിൽ ഷെയ്ആൻ, രണ്ട് കാര്യമാണ്. അഹദുമാ, രണ്ടിൽ ഒന്ന്, അസ്സലാമത്ത് ഫിദ്ദാറൈനി, ഇരു ലോകത്തിലുള്ള രക്ഷ, അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ഫസാനി, രണ്ടാമത്തെ ആൾ, മുൽക്കു ഫിദ്ദാറൈൻ,
ഇരു ലോകത്തുമുള്ള അധികാരം അള്ളാഹു അത് നൽകി നമുക്ക് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹ് അമ്മ സലാമത്ത് ഫിദ്ദുന്യ, ഇപ്പൊ ദുന്യാവിലുള്ള രക്ഷ എന്ന് പറയുന്നത് ഫൈന ദുന്യാവും ആഫാത്തി അതിന്റെ അപകടങ്ങളും ഫിത്നത്ത് അതിന്റെ ഫിത്നകൾ പരീക്ഷണങ്ങൾ അതിലെ ചതിക്കുഴികൾ ഈ നിലയിൽ അല്ലാം യസ്ലം മിൻഹൽ മലായിക്കത്തുൽ മുഖറബൂൻ, അതിൽ നിന്നും മലക്കുകൾ മുഖറബായ മലക്കുകൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. ആ നിലയിലാണ്. സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഹദീസ് ഹാറൂത്ത് മാറൂത്ത് എന്നീ മലക്കുകൾ ഇവിടെ വന്നിട്ട് പെടാപ്പാടുപെട്ട് പ്രശ്നമായി അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ട് ശിക്ഷയിൽപ്പെട്ട കാര്യം എനിക്കറിയാം. എത്രത്തോളം റുബിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അന്വയിച്ചമായും കാര്യം ഇതാ ഉരിജ ബിറൂഹിൽ ആബിദി, ഒരടിമയുടെ റൂഹുമായി കയറപ്പെട്ടാൽ ഇലസമാ, ആകാശഭാഗത്തേക്ക് കയറപ്പെട്ടാൽ തഖൂലുൽ മലായികത്തു സമാവാത്തി, ആകാശങ്ങളുടെ മലക്കുകൾ പറയും മുത്തഅജ്ജിബീന, അത്ഭുതപ്പെട്ടവരായ നിലയിൽ കൈഫ നജാഹാദ, ഇവൻ എങ്ങനെയാ രക്ഷപ്പെട്ടു വന്നത് മിൻദാരിൻ, ഒരു വീട്ടിൽ നിന്നും ഫസദഫി, അവിടെ കുഴപ്പത്തിലായി ഖിയാറു, നമ്മിലെ ഏറ്റവും ഖൈറായ ഹാറൂത്ത് മാറൂത്ത് പോലും കുഴപ്പത്തിലായി, ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു മലക്കുകൾ പറയും. മാത്രമല്ല വാനൽ ആഖിറത്ത്, ആഖിറം ഈ അഹ്വാലി, അതിന്റെ ഭയാനകതയിലും സദായിരി ആ കാഠിന്യതകളിലും ഈ നിലയിലാണ്. ഏത് നിലയിൽ തസ്റഹുഫിയ, ഇവിടെ കിടന്ന് അട്ടഹസിക്കും അല്ല അംബിയ ഉവർ റസൂൽ അലൈഹി വസ്സലാം, അവർ പോലും നഫ്സി നഫ്സി എന്ന് പറഞ്ഞു കളയും. ലാ അസ്അലുക്കൽ യൗമ, ഞാൻ നിന്നോട് പഠിച്ചതിനെ ഇന്ന് ചോദിക്കുന്നില്ല, ഇല്ല നഫ്സി, എന്റെ നഫ്സിന്റെ രക്ഷയല്ലാണ്ട് ഞാൻ ചോദിക്കുന്നില്ല എന്ന് അവര് പറയും. ആ പിന്നെ നബിമാര് പറയും. എത്രത്തോളം ഇന്നവും റുബിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലൗകാനിൽ റജുലി, ഒരു മനുഷ്യനുണ്ടെങ്കിൽ അമലു സബീന നബിയൻ, 70 നബിമാരുടെ അമലുണ്ടെങ്കിൽ തന്നെയും അന്നാം വിചാരിക്കും അന്നഹു ലൈ അഞ്ചുവ, അവൻ രക്ഷപ്പെടുകയില്ല എന്ന് വിചാരിക്കും. ഫമൻ അറാദ അൻ യസ്ലമ മിൻ ഫിതനി ഹാദിഹി, ഈ ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ഫൽ യഖ്റുജു മിൻഹാ, അവൻ ഇതിൽ ഈ ലോകത്തു നിന്ന് പുറപ്പെടട്ടെ. ബിൽ ഇസ്ലാം, ഇസ്ലാമോട് കൂടെ സാലിമാ നിലയിൽ, ലാ തുസീബുഹു, അവനെ ബാധിക്കാത്ത നിലയിൽ ബലിയത്തിന് ഒരു ബലിയത്തും അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. ഒമിൻ അഹ്വാലി ഹാദിഹി, ഇതിന്റെ ഇവിടുത്തെ കാഠിന്യതകളിൽ നിന്നും ഒന്നും അവന് ബാധിക്കാത്ത നിലയിൽ. അങ്ങനെ ഫല്യദ്ഖുലുൽ ജന്നത, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ. സാലിമൻ രക്ഷപ്പെട്ട നിലയിൽ. ലാ തുസീബുഹു നബ്കത്തുൻ, അവൻ ഒരു ബുദ്ധിമുട്ടും ബാധിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാവുമോ? അയക്കൂനു ഹാദ അംറൻ ഹയ്യിനൻ, അത് അത്ര എളുപ്പമുള്ള കാര്യമാണോടാ? അതത്രയും എളുപ്പമുള്ള കാര്യമാണോ? ഒരിക്കലും എളുപ്പമുള്ള കാര്യം അല്ല എന്നായി പറഞ്ഞതിനർത്ഥം. നബ്കത്തുന്ന മുസീബത്ത്, അതത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല. അപ്പൊ ഇതാണ് സലാമത്ത്. രണ്ടാമത്തെ അമ്മൽ മുൽക്കു വൽ കറാമത്തു, അധികാരം ബഹുമാനാദരവ്. ഫൈനൽ മുൽക്ക നഫാദു തസറുഫി വൽ മഷിയ, മുൽക്ക് അധികാരം എന്ന് പറയുന്നത് തസറുഫിനെ നടപ്പിലാക്കലാണ്, മഷിയത്തിനെ ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ കഴിയുക, താൻ തീരുമാനിക്കുന്ന പോലെ ചെയ്യാൻ കഴിയുക. വന്നതാർഗബിൽ ഹക്കീക്കത്തി, യഥാർത്ഥത്തിൽ അത് ദുന്യാവിൽ ഔലിയ ഇല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കുള്ളതാണ്. വസ്ഫിയാഹി, അവന്റെ പ്രത്യേകക്കാർക്കുമുള്ളതാണ്. റാലി നബി ഖലാഇഹി, അള്ളാഹുവിന്റെ ഖലായിൽ തൃപ്തിപ്പെട്ടവരായ. ഫൽ ബർറു വൽ ബഹ്റു വൽ അർളു, അപ്പൊ അവർക്ക് കരയും കടലും ഭൂമിയും ലഹും, അവർക്ക് ഖദമുൻ വാഹിദ്, ഒറ്റ ഒരു പാദം ആണ് എന്ന് പറഞ്ഞാൽ ഒരു പാദം കൂടെ അതിനേക്ക് അവർ കീഴടക്കി കളയും ഔലിയാക്കന്മാര്. വൽ ഹജറു വൽ മദറു, കല്ലും മൺകട്ടയും ലഹും, അവർക്ക് ദഹബുൻ ഫിർലത്തുൻ, സ്വർണവും വെള്ളിയും എല്ലാമാണ് അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ. വൽ ജിന്നു വൽ ഇൻസു വൽ ബഹായിമു, ജിന്നും ഇൻസും മൃഗങ്ങളും പക്ഷികളും ലഹും, അവർക്ക് മുസഖറൂന, കീഴടക്കപ്പെട്ട് കൊടുക്കപ്പെട്ടവരാണ്. ലാ യശാഉന ശൈഅൻ, അവരൊന്നിനെയും ഉദ്ദേശിക്കുകയില്ല. ഇല്ലാ വഹുവ കാഇനുൻ ലഹും, അത് അവർക്ക് ലഭിച്ചിട്ടല്ലാതെ. കാരണം ജന്നും, അവർ ലാ യശാഊന, അവർ ഉദ്ദേശിക്കുകയില്ല. ഇല്ലാ മാഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാണ്ട് അവർ ഉദ്ദേശിക്കുകയില്ല. ഒമാഷാ അള്ളാഹു ഖാൻ, അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കും. വലാ യഹാബൂന അഹദൻ, അവരാരെയും ഭയക്കുകയില്ല. മിനൽ ഖൽഖി വയഹാബുഹും, അവരെ ഭയക്കും. കുല്ലുൽ ഖൽഖി, മുഴുവൻ സൃഷ്ടികളും. വലാ യഖ്ദിമൂന അഹദൻ, അവരാർക്കും ഖിദ്മത്ത് ചെയ്യുകയില്ല. ഇല്ലല്ലാഹ അസ്സ വജല്ല, യജമാനനായ അള്ളാഹുനല്ലാതെ. വയഖ്ദിമുഹും, അവർക്ക് ഖിദ്മത്ത് ചെയ്യും. കുല്ലും മൻ ദൂൻ അല്ലാഹ്, അള്ളാഹ് അല്ലാത്ത മുഴുവൻ വസ്തുക്കളും അവർക്ക് ഖിദ്മത്ത് ചെയ്യും. ഫൈനലിൽ മുലൂക്ക് ദുന്യാ, ദുന്യാവിന്റെ രാജാക്കന്മാർക്ക് എവിടെയാണ് ബിഉശ്രി മആശിരി ഹാദിഹി റുതുബ, ഈ പദവിയുടെ 10% എവിടെയാണ്? അതുപോലും കിട്ടാനില്ല. ബൽ മർച്ചുഹും, അവർ അക്കല്ലു വാതല്ലു, ഈ പദവി വെച്ച് നോക്കുമ്പോൾ ഈ ദുന്യാവിന്റെ ആൾക്കാർ അതിനേക്കാൾ അക്കല്ലാണ്, അതല്ലാണ്. അമ്മ മുൽക്കുൽ ആഖിറത്ത്, ആഖിറത്തിന്റെ അധികാരം. ഫയഖൂലുല്ലാഹു തആല വഇദാ റഅയ്ത സമ്മ റഅയ്ത
നഈമൻ വമുൽക്കൻ കസീറാ കബീറാ. വൈദാ റഅയ്ത നീ കണ്ടാൽ, സമ്മ അവിടെ, എവിടെ? സ്വർഗത്തിൽ. റഅയ്ത നീ കാണും, നഈമൻ അനുഗ്രഹത്തിനെ, വമുൽക്കൻ കബീറ വലിയൊരു അധികാരത്തിനെയുമായിരിക്കും നീ കാണുന്നത്. വഅഅ്ലിം ബിമാ യഖൂലു ഫീഹി റബ്ബുൽ ഇസ്സ. റബ്ബുൽ ഇസ്സ പറഞ്ഞ കാര്യം എത്രയോ മഹത്തരം. പിന്നെ മുൽക്കുൻ കബീർ എന്നല്ലേ അവൻ പറഞ്ഞത്, മുൽക്കൻ കബീറ. വാന്തതാലം നിനക്കറിയാം, അന്ന ദുന്യാ ബ്യാസരിഹ കലീലത്തുൻ, ദുന്യാവ് മൊത്തം കലീലാണ്. വന്ന ബഖാഅഹ അതിന്റെ ശേഷിപ്പ്, മിൻ അവ്വലിഹ ഇലാ ആഖിരിഹ ല കലീലുൻ, ആദ്യം മുതൽ അവസാനം വരെ അത് മൊത്തം ലോകത്തിന്റെ മറ്റുള്ള പാരത്രികത്തെ വെച്ച് നോക്കുമ്പോൾ കലീലാണ്. നസീബ് അഹദിന നമ്മിൽപ്പെട്ട ഓരോരുത്തരുടെയും ഓഹരി മിൻ ഹാദൽ കലീൽ, ഈ കലീൽ നിന്ന് തന്നെ കലീലാണ്. സുമ്മ പിന്നെ വാഹിദു മിന്ന നമ്മിൽപ്പെട്ട ഒരാള് ഖദ് യബ്ദുലു മാലഹു വറൂഹു, അവന്റെ സ്വത്തിനെ അവന്റെ റൂഹിനെ അവൻ ചെലവഴിക്കും. അങ്ങനെ റുബ്ബമ ചിലപ്പോൾ യദ്ഫറു ബി ഖദരിൻ കലീലിൻ, ആ കലീലായ ഖദർ കൊണ്ട് അവൻ വിജയിക്കും. മിൻ ഹാദൽ കലീലിൽ നിന്നും കലീലായ ഖദർ കൊണ്ട് വിജയിക്കും. ഈ ബക്കായിൻ അവന്റെ കുറഞ്ഞ ഈ ശേഷിപ്പ് സമയത്ത് ആ കുറഞ്ഞത് കൊണ്ട് അവൻ വിജയിക്കും. ഫൈൻ ഹസല ലഹു ദാലിക, അവനക്ക് ഇനി അഥവാ ഇത് കിട്ടിയാൽ ബൽ യുഗ്ബത്തു, അവനെ സംബന്ധിച്ച് ഉദുർ പറയപ്പെടും. അതുകൊണ്ട് അവൻ വലിയ പുള്ളിയായി, എനിക്കൊന്നും ഇല്ലാന്ന് ബാക്കിയുള്ളവർ പറയും. എന്നല്ല യുഗ്ബത്തു, ചിലപ്പോൾ അവനെ സംബന്ധിച്ച് അസൂയപ്പെടപ്പെടും. വലാ യസ്തക്സിറു മാ ബദല ഫീഹി മിനൽ ബാലി, വലാ യസ്തക്സിറു, അവൻ വർദ്ധിച്ചതായി കണക്കാക്കുകയില്ല കിട്ടിയവൻ. മാ ബദല ഫീഹി, അവൻ ചെലവഴിച്ച ഒന്നിനെ കൂടുതലായി കണക്കാക്കുകയില്ല. മിനൽ മാലി വൻ നഫ്സി, ആഖിറത്തിന് വേണ്ടി ചെയ്തത് അത് വലുതായിട്ട് അവൻ കണക്കാക്കുകയില്ല. ഭാഗ്യശാലികൾ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നഹ്വ മാ ദുക്ര അൻ ഇംറുൽ ഖൈസി, ഇംറുൽ ഖൈസിനെ തൊട്ട് പറയപ്പെട്ട ഒന്നുപോലെ എന്താന്നുള്ളത് ഇൻഷാ അള്ളാഹ് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ.